കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, അത്തിയൊടുക്കം നിവാസികൾ ദീർഘകാലമായി അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ഇന്ന് വിരാമം കൽപ്പിക്കുകയാണ്. ഏറെ നാളായി അവരുടെ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നിയമപരം കോഴിക്കോട് ജില്ലയിലെ ഓരോ ഉദ്യോഗസ്ഥരും വനം വകുപ്പിന്റെ കാട് സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ നന്മയും ഒരുപോലെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുള്ള മനുഷ്യ വന്യജീവി എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നതും എല്ലാ രീതിയിലുള്ള ഗൈഡൻസ് നൽകുന്നതും ഞങ്ങളുടെ മന്ത്രിയായ ശ്രീ AK ശശീന്ദ്രൻ അവർക്കാണ്. സാറിനെ വളരെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മേഖലയിൽ വന്യജീവി വകുപ്പിന്റെ മന്ത്രി പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. 4 പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ്, വനം വകുപ്പിന് വേണ്ടിയുള്ള വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫാണ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ഈ വേദിയിൽ വെച്ച് നടത്താൻ പോവുകയാണ്. നമ്മുടെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ മന്ത്രി എത്തുമ്പോൾ ഏറ്റവും അധികം ഈ പ്രദേശത്തുകാരായ കൃഷിക്കാരുടെ ഒരു വേദന അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതറിയാം. നിയമസഭയിൽ കാസർഗോഡ് ജില്ലയിലെ MLA മാർ മാത്രമല്ല, കേരളത്തിലെ മലയോര മേഖലയിലെ MLA മാരിൽ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് വന്യമൃഗങ്ങൾ ജനങ്ങളുമായുള്ള സംഘടനവും സംബന്ധിച്ച വിഷയങ്ങൾ. സാധാരണഗതിയിൽ ജനങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകാൻ ബാധ്യതപ്പെട്ടതാണ് ഗവൺമെന്റ്. എന്നാൽ മൃഗങ്ങളെ സംരക്ഷിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ മൃഗങ്ങൾ മനുഷ്യനെ കൊല ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് സമീപകാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതാണ്. വലിയ തോതിൽ കൃഷിനാശം സംഭവിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ആനയും കാട്ടുപന്നിയുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. കുരങ്ങന്മാരും മോശമല്ലാത്ത പങ്കാളിത്തം വഹിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരുടെ വേദന നിരന്തരമായി കേരള നിയമസഭാ വേദിയിൽ ആവർത്തിച്ച് ഈ ജനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ജനപ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കാരിൻ്റെ ഇടപെടാനുള്ള ശേഷി പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റിന് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താൻ ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ നിസ്സംഗമായി നോക്കി നിൽക്കുകയല്ല. ഈ സംഭവങ്ങളെല്ലാം യഥാസമയം അതിനാവശ്യമായ വിധത്തിലുള്ള ഇടപെടൽ നടത്താനും ആകാവുന്ന വിധത്തിലുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ ഒക്കെ ശ്രമിക്കുന്നു. ചെറിയൊരു സ്നേഹസഹായം നൽകിക്കൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ ഇവിടെ 2-3 പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിലൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, 2 പുതിയ വാഹനങ്ങൾ